ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിറം ഡിസൈൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പെറ്റിക്കോട്ടിൻ്റെ കട്ടിംഗ് ആയിരുന്നു കാണിച്ചിരുന്നത്. ഇന്ന് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബാക്ക് ഓപ്പണാണ് തയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു തുണി വെട്ടിയെടുത്ത് ഇതുപോലെ വെച്ചിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ രണ്ട് സൈഡിലും സെൻറ്ററിൻ്റെ രണ്ട് സൈഡായിട്ടും സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നടുക്കൂടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് രണ്ട് ഭാഗവും മടക്കി നമുക്ക് പതിച്ചടിക്കുക. ഇതുപോലെ മടക്കി അകത്തോട്ടാക്കുക. അതിനുശേഷം നമുക്കിത് സൈഡ് മടക്കി അടിച്ച് ഹൂക്ക് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ സൈഡ് മടക്കി അടിച്ചു കൊടുക്കാം. ഇതുപോലെ ഓപ്പൺ തയ്ച്ചെടുക്കാം. അതിനുശേഷം ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. ഇതുപോലെ രണ്ട് ഷോൾഡറും നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കഴുത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെയും നമുക്ക് ചെറുതായിട്ട് ഡബിൾ ഫോൾഡ് കൊടുത്ത് ചെറിയ മടക്കായിട്ട് ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ ആം ഹോളും ഡബിൾ ഫോൾഡ് കൊടുത്ത് മടക്കി തയ്ക്കാം. ഇനി പെറ്റിക്കോട്ടിൻ്റെ സ്കർട്ടിൻ്റെ ഭാഗം നമുക്ക് അതിൻ്റെ ബോട്ടം ഇതുപോലെ മടക്കി ഡബിൾ ഫോൾഡ് കൊടുത്ത് മടക്കി അടിക്കുക. കുറച്ച് വീതിയിൽ തന്നെ എടുത്ത് മടക്കി തയ്ക്കുക. രണ്ടാമത്തെ പീസും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് തയ്ക്കുക. ഇനിയും ഇതിൽ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടാൽ മതി. ചെറുതായിട്ട് പ്ലീറ്റ് കൊടുത്താൽ മതി. പെറ്റിക്കോട്ടിന് വലിയ വീതിയുള്ള പ്ലീറ്റ് വേണമെന്നില്ല. ഇതുപോലെ അടുത്ത പീസിനും ഇതുപോലെ ചെറിയ പ്ലേറ്റ് കൊടുത്തെടുക്കാം. ഇനി ബോഡി പാർട്ടിൻ്റെ സൈഡ് നമുക്ക് ജോയിൻ്റ് ചെയ്യാം. രണ്ട് സൈഡും അതുപോലെ ജോയിൻ്റ് ചെയ്യാം. ഇനി സ്കർട്ടിൻ്റെ ഭാഗം സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് ജോയിൻ്റ് ചെയ്യാം. ഇനി ബോഡി പാർട്ടും സ്കർട്ടിൻ്റെ പാർട്ടും കൂടെ നമുക്ക് ജോയിൻ്റ് ചെയ്യണം. അതിനായിട്ട് സ്കർട്ട് ഞാൻ റൗണ്ട് ചെയ്താണ് തയ്ക്കുന്നത്. അല്ലാതെ നമുക്ക് ഫുൾ ബോഡിയും സ്കർട്ടും കൂടെ സൈഡ് ഒരുമിച്ച് ജോയിൻ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് അതിനെ ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ലാസ്റ്റ് കെട്ടിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെറ്റിക്കോട്ട് സ്റ്റിച്ചിങ്. താങ്ക് യു.